വന്നിരിക്കുന്ന റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ. ഇത് വന്നിരിക്കുന്നത് ഒരു ഫ്ലോറൽ ഡിസൈനിലുള്ള എംബ്രോയിഡറി വർക്കിലാണ് കേട്ടോ. ഇതിന്റെ രണ്ട് സൈഡിലായിട്ട് ഡയമണ്ടിനകത്തേക്കാണ് ഇതിന്റെ ആ ഒരു വർക്ക് വരുന്നത്. രണ്ട് സൈഡിലും വർക്കുള്ള ഒരു ഫാബ്രിക് ആണ്. ചിലതിനകത്ത് വൺ സൈഡിൽ മാത്രമായിട്ടായിരിക്കും ഒരു വർക്ക് വരുന്നത്. ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ളതാണ്. നമുക്ക് കേരള ടോൺ എന്നൊക്കെ പറയുന്ന കളറിലേക്ക് അത് വന്നിരിക്കുന്നത്. ആ ഒരു കളറിൽ രണ്ട് ഡിഫറെന്റ് കളേഴ്സിലുള്ള എംബ്രോയിഡറി വർക്കാണ് കേട്ടോ. പ്രൈസ് കുറച്ച് പ്രീമിയം റേഞ്ചിലുള്ള ഫാബ്രിക്കും വർക്കും ഒക്കെ ആയതുകൊണ്ട് 469 രൂപയാണ് ഒരു മീറ്ററിന് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓൾ ഓവർ ബോഡി ഫുൾ ആയിട്ട് ഈ ഒരു ചെറിയ ചെറിയ ബുട്ട പോലത്തെ വർക്കും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓണത്തിനൊക്കെ ഡ്രസ് ചെയ്യാവുന്ന പാറ്റേണിലാണ് ഈ ഒരു ഫാബ്രിക് വന്നിരിക്കുന്നത്. ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള ഓണം കളക്ഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് ആക്ച്വലി ജയ്പൂർ കോട്ടൺ പർച്ചേസ് ചെയ്തപ്പോൾ തന്നെ പർച്ചേസ് ചെയ്തതായിരുന്നു. പക്ഷെ ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്ത് വരാനുള്ള ഒരു ടൈമിന്റെ ഡിലേ കൊണ്ടാണ് ഇപ്പോഴാണ് നമുക്ക് ഈ ഐറ്റംസ് ഒക്കെ വന്നു തുടങ്ങിയത്. ഇങ്ങനെ ഇരിക്കും കണ്ടോ. രണ്ട് സൈഡിലേക്ക് നമുക്ക് ഇത് വർക്ക് വരുന്നുണ്ട്. മുകളിലോട്ടും വരുന്നുണ്ട്, താഴോട്ടും വരുന്നുണ്ട്. നമുക്ക് സ്കേർട്ട് ചെയ്യാനോ ടോപ്പ് ചെയ്യാനോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ടുള്ള കുർത്തികളൊക്കെ ചെയ്ത് ഓണത്തിനൊക്കെ ഇത് വെയർ ചെയ്യാം കേട്ടോ. ഇതിനകത്തുള്ള വർക്കിന്റെ ഒരു കളർ എന്ന് പറയുന്നത് ഒരു റെഡും ഗ്രീനും യെല്ലോയും ഒക്കെ ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ്. നെക്സ്റ്റ് വൺ കാണുന്നത് സെയിം ഫാബ്രിക് തന്നെ വേറെ ഒരു വർക്കാണ് വന്നിരിക്കുന്നത്. രണ്ടും ഒരേപോലത്തെ അല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള വർക്കാണ്. രണ്ടെണ്ണം മാത്രമേ നമ്മൾ ഇന്നത്തെ വീഡിയോനകത്ത് കാണിക്കുന്നുള്ളൂ. മൊത്തം ക്ലോത്ത് വന്നിട്ടില്ല, വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ വരുന്നതാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇത് ഇങ്ങനെ ഇരിക്കും. ഞാൻ വെച്ച് കാണിച്ചു തരാം കുറച്ചും കൂടെ നന്നായിട്ട്. ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക് നമ്മൾ വരുമ്പോൾ വെയർ ചെയ്യുമ്പോൾ വരുന്നത് കണ്ടോ. ഈ ഒരു പാറ്റേണിലേക്ക് നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. 44 ഇഞ്ച് തന്നെയാണ് ഫാബ്രിക്കിന്റെ വിഡ്ത് വരുന്നത്. പ്യുവർ മൽക്കോട്ടൺ ആണ് കേട്ടോ. മൽക്കോട്ടൺ എന്ന് പറയുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്. പർച്ചേസ് ചെയ്യാനായിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഇതുപോലെയുള്ള കൂടുതൽ ഓണം കളക്ഷൻ ഒക്കെ കിട്ടുവാനായിട്ട് അങ്കമാലിയിലുള്ള പൂത്രൻസ് വിസിറ്റ് ചെയ്യുക. ഇതിനകത്തുള്ള ഈ എംബ്രോയിഡറി വർക്കിനകത്ത് കളർ കൊടുത്തിട്ടാണല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കിത് ഡ്രൈ വാഷ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് ഇതിന് മുമ്പ്, എനിക്ക് തോന്നുന്നു കുറെ നാൾ മുമ്പ് ചെയ്തൊരു ഡ്രസ്സാണ്. അപ്പൊ ഇതുപോലെ കളർ ചിലപ്പോ ഇതിനകത്ത് നിന്ന് ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്, ഈ ത്രെഡിന്റെ കളർ. അതുകൊണ്ട് ഈ ഫാബ്രിക് ഡ്രൈ വാഷ് ചെയ്ത് വേണം യൂസ് ചെയ്യാനായിട്ട്.